ഇന്നത്തെ ഗോസ്പലിൽ ഈശോയുടെ ആദ്യത്തെ പ്രസംഗമാണ്. പ്രസംഗത്തിൽ ഈശോ കോട്ട് ചെയ്യുന്നത് ഐസായ 61. അതിലൊരു ഭാഗം പറയുമ്പോൾ ഏറ്റവും അവസാനത്തൊരു വരി ഈശോ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു. കൂടെ ഒറിജിനൽ ടെക്സ്റ്റിലുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രതികാര ദിനവും പ്രഖ്യാപിക്കാൻ. ഈ പ്രതികാര ദിനം എന്നുള്ള വാക്ക് ഈശോ വായിക്കുന്നില്ല, ഈശോ സ്കിപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം ധ്യാനിപ്പിച്ച മാർട്ടിൻ ആൻ്റണി അച്ഛൻ ഇതിന് നല്ലൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. അച്ഛൻ പറയുന്നത് ഇവിടെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ചാരിറ്റി ഉണ്ട്. ഈശോ അത് വായിക്കാതിരുന്നത് എൻ്റെ ദൈവം എൻ്റെ അപ്പൻ അങ്ങനെയല്ല എന്ന് പറയാൻ തന്നെയാണ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ നമ്മളതിൽ കോപിക്കുന്ന, ശിക്ഷിക്കുന്ന, ശപിക്കുന്നൊരു ദൈവത്തിൻ്റെ ഒരു കാഴ്ച കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല എൻ്റെ അപ്പനെന്ന് ഈശോ പറയാണ്. ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ അച്ഛൻ തന്നത് ഇതാണ്. നിയമാവർത്തനം 21:30 അവസാനിക്കുന്നത് എങ്ങനെയാണ്? മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഇതിൽ ഒറിജിനൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് കില്ലത്ത് എലോഹിം എന്നാണ്. കില്ലത്ത് എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശാപം. പക്ഷേ റബ്ബി മേയർ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എഴുതിയത് കല്ലത്ത് എലോഹിം എന്നാണ്. ഒരു ലെറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കില്ലത്ത്, കല്ലത്ത്. ഇനി കല്ലത്ത് എലോഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വേദനയാണ്. ഒരു ലെറ്റർ വ്യത്യാസം വന്നപ്പോൾ മൊത്തം കൺസെപ്റ്റ് മാറുകയാണ്. മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ ശാപമല്ല, മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ പെയിനാണ്. നമ്മുടെ ദൈവത്തിൻ്റെ വേദനയാണത്. എത്രമാത്രം ലவ்വിങ് ഗോഡിനെ കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത് ആലോചിച്ച്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്ന 2 കഥകളോട് നോക്കുമ്പോൾ ഈ യഹൂദർ ചുരുക്കിക്കളഞ്ഞ ദൈവത്തിനെ ഈശോ കൂടെ വലുതാക്കി കാണിക്കുകയാണ്. ആ ദൈവം സീദോനിലെ ഒരു പട്ടിണി കുടിലേക്ക് കയറിപ്പോവും. അതേ ദൈവം തന്നെ സിറിയയിലെ കൊട്ടാരത്തിലും കയറിപ്പോവും. എന്തിനാണ്? വിശപ്പ് മാറ്റാൻ, സൗഖ്യം കൊടുക്കാൻ. ഇതാണ് നമ്മുടെ ദൈവം. നമ്മൾ വചനം പറയുമ്പോൾ, പ്രത്യേകിച്ച് പഴയ നിയമം എടുത്ത് പറയുമ്പോൾ, അവിടെ ശപിക്കുന്ന, ശിക്ഷിക്കുന്ന, വിധിക്കുന്ന ഒരു ദൈവത്തെ ഹൈലൈറ്റ് ചെയ്യരുത്. പ്രിൻസിപ്പിൾ ഓഫ് ചാരിറ്റി നമ്മുടെ വാക്കുകളിലുണ്ടാവട്ടെ, വ്യാഖ്യാനങ്ങളിലുണ്ടാവട്ടെ.